morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Morning. Good morning, Miss. Morning. PDF കാണാമോ? കാണാം മിസ്. Morning. സുഖാണോ? സുഖാണോ എന്നാ? ഗുഡ് മോർണിംഗ്. ആണോ? നന്ദനയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ ബർത്ത്ഡേ ആണ് നന്ദനയുടെ. നമുക്കൊന്ന് വിഷ് ചെയ്താലോ? മിനിമം ഹാപ്പി ബർത്ത്ഡേ ഡിയർ നന്ദന. Good morning, ma'am. മോർണിംഗ്. എന്താ അവിടെ പരിപാടി ബർത്ത്ഡേ ആയിട്ട്? നന്ദന ഒന്നുമില്ലേ? ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? Good morning, ma'am. ചെറുതായിട്ട്. മോർണിംഗ്. വൈകിട്ട് കേക്ക് മുറിക്കും അല്ലേ? ഓക്കെ. എത്ര വയസ്സായെന്ന് ചോദിക്കാൻ പാടില്ല അല്ലേ? ബർത്ത്ഡേ ഒന്നും നമ്മൾ വയസ്സ് പറയില്ല എന്നൊക്കെ പറയും. എന്തുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വയസ്സ് കുറഞ്ഞൊന്നും പോകുന്നില്ലല്ലോ, കൂടിയും പോകില്ല അല്ലേ? അല്ലേ? നമ്മള് ബർത്ത്ഡേ അന്ന് വയസ്സ് പറയില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരിങ്ങനെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മളതൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് പോവാണ്. 23. ഓക്കെ, നല്ല ഏജ് ആണ് കേട്ടോ. അതിന് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണോ? പഠിക്കുന്നുണ്ടോ? ഇതല്ലാതെ ജോലി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ മൈക്ക് ഓണാണ്, താ പറഞ്ഞോ. ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കണ്ട. ഇല്ല മാം, ജോലിയൊന്നും ചെയ്യാനില്ല. ഈ ഇയർ പാസ് ഔട്ടായി. ഓക്കെ. നന്ദനയുടെ സ്ഥലം എവിടെയാ? മാമലക്കണ്ടം. മാമലക്കണ്ടം അടിപൊളി സ്ഥലമാണോ? മാമിനെ അറിയോ? മാമലക്കണ്ടം സ്കൂളിനടുത്ത്. പിന്നെ ഞാൻ വന്നിട്ടുണ്ട്. സ്കൂളിനടുത്താണോ? അതെ, സ്കൂളിൽ മുന്നെയാ. എന്ത് ഭംഗിയുള്ള സ്ഥലമാണോ, രസമാണെന്ന് അറിയാം. പോയിട്ടുണ്ടോ നിങ്ങളൊക്കെ? അവർക്കാർക്കും അറിയില്ല തോന്നുന്നു. ആർക്കും അറിയാൻ പറ്റില്ല എനിക്ക്. മാമലക്കണ്ടം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. സ്ഥലം ഇപ്പോഴാണ് കേൾക്കുന്നത്. കേൾക്കുന്നല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. യൂട്യൂബ്സിലൊക്കെ കാണാൻ പറ്റും. എറണാകുളത്താണ്. എറണാകുളത്ത് അങ്ങനെ ഒരു പ്ലേസ് ആരും പ്രതീക്ഷിക്കില്ല. അതേപോലത്തെ ഒരു ലൊക്കേഷൻ ആണ്. ആ ഒരു മലയുടെ താഴെ ആയിട്ടൊരു സ്കൂള്, അതായത് മലയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്
സോറി സ്കൂളിന്റെ ബാക്കിലായിട്ട് വലിയ മലയാണ്. ഇത് നമുക്ക് ശരിക്കും നല്ല വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലം. എല്ലാവരും ആയോ? മോർണിംഗ് മെറിൽ. മോർണിംഗ് റസീന. ടൂറിസ്റ്റ് പ്ലേസ് അല്ലല്ലോ, നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് എറണാകുളത്ത് തന്നെ. അപ്പൊ നന്ദനയുടെ വീട് അവിടെയാണ്, മാമലക്കണ്ടോന്ന പ്ലേസ് ആണ്. അത്യാവശ്യം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടല്ലേടോ? ആന കടുവയ്ക്കില്ലേടോ അവിടെ? കടുവയില്ല, ആനയുണ്ട്. ആനയുണ്ട്, കടുവയുണ്ട്. കടുവ ഉണ്ടെന്നുള്ളൊരു ഡിവെയർ ഓഫ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആണോ? കടുവേനെ അങ്ങനെ കണ്ടിട്ടില്ല. ആനയുണ്ട്. കാണാനില്ലേ? ആനയുണ്ട്, ആന, മാനുണ്ട്. നമ്മള് മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തിരുന്നു. പ്രിഫിക്സ് തുടങ്ങിയില്ലേ? പ്രിഫിക്സ് 9 പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ആന്റിയോ വരെയല്ലേ പഠിച്ചത്? Next, prefix number 10, ante. Prior or prior to forward. Ante എന്ന് പറയുന്നത് എന്താണ്? Prior to forward എന്ന് വെച്ചാൽ മുൻപ് അല്ലെങ്കിൽ മുന്നോട്ട് എന്നൊരു മീനിങ് കേട്ടോ. മുൻപ് അല്ലെങ്കിൽ മുന്നോട്ട് എന്നൊരു മീനിങ്. Then ante, 11th number, ante. Averse to അല്ലെങ്കിൽ forward. Ante എന്താണ്? ഇവിടെ ആന്റി വരുന്ന ഒരു പ്രിഫിക്സ് ഏതാണ്? മെഡിസിൻസിൽ ഉപയോഗിക്കുന്ന ആന്റി വരുന്ന ഒരു പ്രിഫിക്സ് ഏതാ? മെഡിക്കൽ വേർഡ് ഏതാണ് ആന്റി വരുന്നത്? യെസ്, വെരി ഗുഡ്, ആന്റിബയോട്ടിക്സ് അല്ലേ? ഓക്കെ, യെസ്, ആന്റിജൻ, ആന്റിബയോട്ടിക്സ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവേഴ്സ് എന്ന് വെച്ചാൽ വിമുഖത എന്നൊരു മീനിങ് ആണ് കേട്ടോ. വിമുഖത അല്ലെങ്കിൽ ഫോർവേഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആന്റിഡോട്ട്. ഫോർവേഡ് ഉദ്ദേശിക്കുന്നത് മുന്നോട്ട്. ഓക്കെ, അങ്ങനെയുള്ള മീനിങ് ആണ്. അപ്പൊ അതിന്റെ വേർഡ് പ്രിഫിക്സ് ഏതാണെന്നും പഠിക്കുക, അതിന്റെ മീനിങ്ങും പഠിച്ചു പോവാം കേട്ടോ. ടിക്ക് ചെയ്ത് തരുന്നത് മാത്രം നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് 11th നമ്പർ ടിക്ക് ചെയ്യണം കേട്ടോ. ആന്റി എന്നുള്ളത് ടിക്ക് ചെയ്യാം. ആന്റി ടിക്ക് ചെയ്യാം. 12 ആർട്ടീരിയോ. എന്താണ് ആർട്ടീരിയോ? ആർട്ടറി അല്ലെ? അറേള നിങ്ങൾക്ക് ധമനിയുമായി ബന്ധപ്പെട്ടത് അല്ലെ? ആർട്ടറീസുമായി ബന്ധപ്പെട്ടത്. ആർട്ടീരിയോ, ആർട്ടറി. ടിക്ക് ചെയ്യാം കേട്ടോ. ടിക്ക് ചെയ്യണേ. ആർത്തോ. നമ്മൾ തുടക്കം മുതലേ പഠിച്ചല്ലോ. ആർത്തോ എന്താണ്? അർത്ഥം എന്താണ്? ആർത്തോ വെച്ചിട്ട് ഒരു വാക്ക് പഠിച്ചു. ഫസ്റ്റ് ഒരു വാക്ക് പഠിച്ചിരുന്നല്ലോ നമ്മള്. ആർത്തിറ്റൈസ് അല്ലെ? ആർത്തിറ്റൈസ് പഠിച്ചു. എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നതാണ് റിട്ടേൺ ടു എ ജോയിന്റ്, ഒരു സന്ധിയുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, യെസ്, ടിക്ക് ചെയ്യാം. ആർത്തോ ടിക്ക് ചെയ്യാം.
Then 14, auto. Auto. Oneself. സ്വയം എന്നൊരു മീനിങ് കേട്ടോ. ഓട്ടോ ക്ലാസ്സിൽ നിന്നൊക്കെ കിട്ടില്ല നമ്മള്. ഓക്കെ യെസ് ഓട്ടോ ടിക്ക് ചെയ്യാം. 11, 12, 13, 14 ഇത് 4 ടിക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റ് ആണോ നോക്കി ടിക്ക് ചെയ്തിരിക്കുന്നത്? യെസ്. നെക്സ്റ്റ് വൺ 5. 10 വേണ്ട, 10 വേണ്ട, 10 പറഞ്ഞില്ലല്ലോ ഞാൻ ടിക്ക് ചെയ്യാൻ. വേണ്ട കേട്ടോ. 11, 12, 13, 14 ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് 15 എന്താണ്? ബൈ. ബൈ എന്താണ്? 2 അല്ലെ? 2 എന്നുള്ള മീനിങ് കേട്ടോ. ബൈ 2. 16 ബയോ. ബയോ. ബയോ വരുന്ന ഒരു വാക്ക് ഏതാണ്? ബയോ വരുന്ന ഒരു മെഡിക്കൽ വാക്ക് ബയോ. ബയോപ്സി, ബയോകെമിസ്ട്രി, ബയോളജി. അതിന്റെ മീനിങ് എന്താണ്? ബയോ എന്ന് ഉദ്ദേശിക്കുന്നത് ബിലോങ്ങിങ് ടു ലൈഫ് അല്ലെ? നമുക്ക് ജീവനുമായി ബന്ധപ്പെട്ടത് ബിലോങ്ങിങ് ടു ലൈഫ്. ഓക്കെ ടിക്ക് ചെയ്യാം കേട്ടോ. 16 ടിക്ക് ചെയ്യാം. ബയോമെഡിക്കൽ. ഓക്കെ 16 ടിക്ക് ചെയ്യാം. ബയോ ടിക്ക് ചെയ്യാം കേട്ടോ. Then 17 ടിക്ക് ചെയ്യാം. ബ്ലാസ്റ്റോ. ബ്ലാസ്റ്റോ. ബ്ലാസ്റ്റോ എന്ന് പറയുന്നത് ജം അല്ലെങ്കിൽ ഒരു സെല്ലാണ്, അണുക്കൾ അല്ലെങ്കിൽ കോശത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ബ്ലാസ്റ്റോക്കിസ്റ്റ്. ഓക്കെ ബ്ലാസ്റ്റോ ജം മീനിങ് എന്താണ്? ജം ഓർ സെൽ. ടിക്ക് ചെയ്യാം കേട്ടോ. അണുക്കൾ അല്ലെങ്കിൽ കോശം. 18 ടിക്ക് ചെയ്യാം. 18 ടിക്ക് ചെയ്യാം. ബ്ലിഫാറോ. ബ്ലിഫാറോ. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ അറിയാത്തവർ അത് മലയാളത്തിൽ എഴുതി വെച്ചോളൂ കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ. ബ്ലിഫാറോ എന്താണ്? ബിലോങ് ടു ആൻ ഐലിഡ്. ഐലിഡ് ബിലോങ് ടു ആൻ ഐലിഡ് എന്താണ്? ഇത് കൺപോളയുമായി ബന്ധപ്പെട്ടത് കേട്ടോ. ഐലിഡ് എന്നാണ് കേട്ടോ. ബിലോങ്ങിങ് ടു ആൻ ഐലിഡ് കൺപോളയുമായി ബന്ധപ്പെട്ടത്. ബ്ലിഫാറോ. ബ്ലിഫാറോ മീൻസ് belong to our eyelid. Okay. ആ പേജില് ടിക്ക് ചെയ്തത് ഒന്നും കൂടി വായിക്കാം. 11, 12, 13, 14, 16, 17, 18. 15 ഒഴിച്ച് ബാക്കിയല്ല. കറക്റ്റ് അല്ലേ? ഇവിടെ നമ്മുടെ PDF-ല് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നമ്പറിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ 90, 20ക്ക് പകരം 22 എന്നാ കിടക്കുന്നത് കേട്ടോ. ഒന്ന് കറക്റ്റ് ചെയ്താൽ നിങ്ങൾ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. റോങ് ആണ്. അപ്പൊ കറക്റ്റ് ചെയ്താൽ മതി, നമ്പർ മാറ്റിയാൽ മതി, വേറെ പ്രശ്നമില്ല. 19 കഴിഞ്ഞിട്ടാണ് 22 എന്നുള്ളത് 20 ആക്കുക. അത്രേ ഉള്ളൂ. 20, 21, 22, 23 ബാക്കി എല്ലാം കറക്റ്റ് ആണ്. ചിലവരുടെ ടെക്സ്റ്റ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് പറഞ്ഞു. 19 നോക്കാം. ബ്രാഡി. ബ്രാഡി മീൻസ് എന്താണ്? ഡൾ. മുഷിഞ്ഞ എന്നൊരു മീനിങ് കേട്ടോ. ജീർണിച്ച മുഷിഞ്ഞ ഒരു മീനിങ് ആണ് ബ്രാഡി എന്ന് പറയുന്നത്. ഓക്കെ യെസ് ബ്രാഡി. അതെങ്ങനെയാണ് വായിക്കുന്നത്? Then 20 കാൽക്. കാൽക്. കാൽക് എന്തിനെ സൂചിപ്പിക്കുന്നു? അതിന്റെ മീനിങ് എന്താണ്? സ്റ്റോൺ അല്ലെങ്കിൽ ഹീൽ. കാൽക് സ്റ്റോൺ അല്ലെങ്കിൽ ഹീൽ, അതായത് കല്ല് അല്ലെങ്കിൽ ഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാലിന്റെ ഉപ്പുകുറ്റി. ഉപ്പുകുറ്റി എന്നല്ലേ നമ്മൾ പറയുന്നത്? കാലിന്റെ പിൻഭാഗത്തിന് ഉപ്പുകുറ്റി എന്നല്ല നിങ്ങൾ പറയുന്നത്. വേറെ എന്തെങ്കിലും വേർഡാണോ നിങ്ങളുടെ ഓരോ നാട്ടിലെ വ്യത്യാസം? യെസ് 18 ടിക്ക് ചെയ്യണം. 10 ടിക്ക് ചെയ്യണ്ട കേട്ടാ. 10 വേണ്ടടോ. 18, 15 വേണ്ട. 15 വേണ്ട. 16, 17, 18 വേണം. 11, 12, 13. ശ്രദ്ധിച്ച് ടിക്ക് ചെയ്ത് പോണേ. നെക്സ്റ്റ് വൺ കാർഡിയോ. കാർഡിയോ ബിലോങ്ങിങ് ടു ഹാർട്ട്. ടിക്ക് ചെയ്യാം കേട്ടോ. 21 ടിക്ക് ചെയ്യാം. കാർഡിയോ.
ആർട്ടിയോ ബിലോങ് ടു ഹാർട്ട് അല്ലെ ഹൃദയവുമായി ബന്ധപ്പെട്ടത്. ടിക്ക് ചെയ്യാം. 21 ടിക്ക് ചെയ്യാം. കാർഡിയോളജി എന്ന് പറയില്ലേ, കാർഡിയോളജി. ഓക്കെ. Then 22 സെഫാലോ. സെഫാലോ എന്താണ് സെഫാലോ മീനിങ്? ബിലോങ് ടു ദ ഹെഡ് അല്ലെ, നമ്മുടെ തലയുമായി ബന്ധപ്പെട്ടത്, ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ് എന്ത്? സെഫാലോ. സൈക്കോളജിയിൽ ഇതിന് സെഫാലോ കേഡൽ ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ തലയിലുള്ള വികാസത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സെഫാലോ എന്താണ് ഉദ്ദേശിക്കുന്നത്? മീനിങ് എന്താണ്? ബിലോങ്ങിങ് ടു ദ ഹെഡ്. ഓക്കെ. Then 23 ടിക്ക് ചെയ്യാം. 23 ടിക്ക് ചെയ്ത സെറിബ്രോ. സെറിബ്രോ കേട്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങള്? ബിലോങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ അല്ലേ? യെസ്. സെറിബ്രോ എന്ന് പറയുന്നത് എന്താണ്? ബിലോങ് ടു ദ സെറിബ്രോ ആണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പാർട്ട് ആണ് എന്ത്? സെറിബ്രോ എന്ന് പറയുന്നത്. ഓക്കെ. 23 ടിക്ക് ചെയ്യാം കേട്ടോ. 23 ടിക്ക് ചെയ്യാം. Okay. Next 24 cervico. Cervix കണ്ടിട്ടില്ലേ നിങ്ങള്? എന്താണ്? ബിലോങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ cervix, നമ്മുടെ ഗർഭാശയ മുഖം അല്ലെ? ഗർഭാശയ മുഖത്ത്, ഗർഭാശയത്തിന്റെ മുൻഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർവിക്കോ എന്നാണ്, ഈ സെർവിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. Then 25 കോളെ. കോളെ. കോളെ എന്ന് വായിക്കുന്നത് കേട്ടോ. കോളെ എന്താണ്? കോളെ ബിലോങ് ടു പൈൽ ഓർ ഗാഡ്, പിത്തരസവുമായി ബന്ധപ്പെട്ടത്, പൈൽസുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? കോളെ പറയുന്നത് കേട്ടോ. കേൾക്കുന്നില്ല നിങ്ങള്? ഓക്കെ ഓക്കെ. കോളെ. Then 26 എന്താണ്? കോൺട്രോ. കോൺട്രോ എന്താണ്? ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. ബിലോങ്ങിങ് ടു കാർട്ടിലേജ് അത് നമ്മുടെ തരുണാസ്ഥിയിലെ, തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? കോൺട്രോ എന്നൊരു മീനിങ് കേട്ടോ. ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, തരുണാസ്ഥിയിൽ ബന്ധപ്പെട്ടതാണ്. ഓക്കെ. Then 27 circum. കോളെന്ന് പറഞ്ഞ പിത്തരസം. പിത്തരസം, ബൈൽ. ബൈൽ, പിത്തം എന്ന് കേട്ടിട്ടില്ലേ? അതാണ്. നെക്സ്റ്റ് 27 circum. circum. circum അങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ് circum എന്ന് പറയുന്നത്? ഓൺ ഓൾ സൈഡ്സ് എബൌവ്, അല്ലെങ്കിൽ എല്ലാ വശങ്ങളും, അല്ലെങ്കിൽ ഏകദേശം എന്നൊരു മീനിങ്. ഓൺ ഓൾ സൈഡ്സ് അല്ലെങ്കിൽ എന്താ? എല്ലാ വശങ്ങളും, അല്ലെങ്കിൽ എബൌവ് ഏകദേശം. ഓക്കെ. സർക്കം. Then 28 ടിക്ക് ചെയ്യാം. 28 ടിക്ക് ചെയ്തേ. കോൺട്രാ. കോൺട്രാ against, opposite. ഇതാണ് അർത്ഥം വരുന്നത്. against അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നാണ് കോൺട്രാ എന്ന് പറയുന്നത്. 28 ടിക്ക് ചെയ്യാം. 28 ടിക്ക് ചെയ്യാം. 27 വേണ്ട. ടീച്ചർ ടിക്ക് ചെയ്യാനുള്ളത് ടിക്ക് ചെയ്യണോന്ന് പറയും കേട്ടോ, ശ്രദ്ധിക്കണേ. ഓക്കെ. 28 ടിക്ക് ചെയ്യാം. കോൺട്രാ, against അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. Then 29 കോസ്റ്റോ. കോസ്റ്റോ മീനിങ് എന്താണ്? ബിലോങ്ങിങ് ടു എ റിബ്, നമ്മുടെ വാരിയലുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. കോസ്റ്റോ എന്ന് പറയുന്നത് ബിലോങ് ടു എ റിബ്, വാരിയലുമായി ബന്ധപ്പെട്ടത്.
Then 30 സയാനോ. സയാനോ എന്താണ്? കളറിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ? കളറാണ് എന്താ? ബ്ലൂ അല്ലെ? നീല. സയാനോ ബ്ലൂ. സയാനോ ബ്ലൂ. Then 31 ടിക്ക് ചെയ്യാം. 31 ടിക്ക് ചെയ്യാം. എന്താണ്? സിസ്റ്റോ. 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 Relating to the bladder. Relating to the bladder. മൂത്രസഞ്ചിയുമായി ബന്ധപ്പെട്ടത്. Okay. Sisto relating to the bladder. 31 ടിക്ക് ചെയ്യാം. Sisto. Sisto. 32 cyto. 32 cyto ടിക്ക് ചെയ്യാം ട്ടോ. 31ഉം 32ഉം ടിക്ക് ചെയ്യാം. സൈറ്റോ. സൈറ്റോ എന്താണ്? റിലേറ്റിംഗ് ടു എ സെൽ. സെല്ലുമായി ബന്ധപ്പെട്ടത്, കോശവുമായി ബന്ധപ്പെട്ടത്. ആ സൈറ്റോളജി കേട്ടിട്ടുണ്ടോ? യെസ്. 31 32 ടിക്ക് ചെയ്യാം. Then 33 T. T എന്തിനെ സൂചിപ്പിക്കുന്നു? ഡൗൺ ഫ്രം, താഴേക്ക്. G ഡൗൺ ഫ്രം, താഴേക്ക്. Then 34 ടിക്ക് ചെയ്യാം. സ്പീഡ് കൂടണ്ടി പറയണേ. 34 ടിക്ക് ചെയ്യാം. ഡെർമറ്റോ. ഡെർമറ്റോ റിലേറ്റിംഗ് ടു ദ സ്കിൻ. ഡെർമറ്റോളജി നമ്മള് ഡെർമറ്റോ ടിക്ക് ചെയ്യാം ട്ടോ. 34. യെസ്. 34 relating to the skin. Dermato means relating to the skin. സ്കിന്നുമായി ബന്ധപ്പെട്ടത്. Then 35 ടൈ. ടൈ ഉദ്ദേശിക്കുന്നത് 2 times അല്ലെങ്കിൽ ഡബിൾ, 2 തവണ ഇരട്ടി എന്നുള്ളൊരു മീനിങ് കേട്ടോ. ടൈസ് എന്താണ്? 2 times അല്ലെങ്കിൽ ഡബിൾ. ഓക്കെ, 2 തവണ അല്ലെങ്കിൽ ഇരട്ടി. Then 36 ഡയാ. ഡയാ ത്രോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. ഡയാ ത്രോ അല്ലെങ്കിൽ കംപ്ലീറ്റ്. ത്രോ മീൻസ് വഴി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മീൻസ് എന്താണ്? പൂർണ്ണമായും എന്നൊരർത്ഥം കേട്ടോ. ഡയാ ത്രോ ഓർ കംപ്ലീറ്റ്ലി. ടിസ്. ടിസ് എന്നാണ് വായിക്കുന്നത് കേട്ടോ. ടിസ്. ടിസ് 3 രീതിയിൽ മീനിങ് കൊടുത്തിട്ടുണ്ട്. സോ അഗ്നോയിസിങ്, അബ്നോർമൽ. എന്താണ്? സോറി, ഡൈസില് ടഫ് എന്നാണ് ഫസ്റ്റ് വേർഡ്. എന്താണ്? ടഫ്. ടഫ്. ടഫ് എന്ന് വെച്ചാല് കഠിനമായ എന്ന് പറയില്ല നമ്മള്. ടഫ് ആണെന്ന് പറയില്ലേ? ടഫ്, കഠിനമായ. ദെൻ അഗോണൈസിങ്. അഗോണൈസിങ് എന്ന് പറയുന്നത് എന്താണ്? അഗോണൈസിങ്ങും കഠിന വേദന. ടഫ് എന്ന് വെച്ചാൽ കഠിനമായ, അഗോണൈസ് എന്ന് വെച്ചാൽ കഠിനമായ വേദന. അബ്നോർമൽ എന്താണ്? അസാധാരണമായ. ഓക്കെ, ടഫ് മീൻസ് കഠിനം. അഗോണൈസിങ് എന്ന് പറയുന്നത് എന്താണ്? കഠിനമായ വേദന. ദെൻ അബ്നോർമൽ അസാധാരണമായ. ഓക്കെ, അപ്പൊ അതിന് 3 അർത്ഥങ്ങളാണ് വന്നിരിക്കുന്നത്. ടഫ്, അഗോണൈസിങ്, അബ്നോർമൽ. ക്ലിയർ ആണോ? പിന്നെ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മള് ടിസ് എന്നാണ് കേട്ടോ. ടിസ് എന്നാണ് വായിക്കുന്നത്. ഓക്കെ, then 38 ecto. ecto out from, പുറത്തു നിന്ന് കേട്ടോ. ecto എന്ന് പറയുന്നത് out from, പുറത്തു നിന്ന്. ഓക്കെ, ecto out from, പുറത്തു നിന്ന്. then 39 ടിക്ക് ചെയ്യാം. 39 ടിക്ക് ചെയ്യാം. ഇലക്ട്രോ. ഇലക്ട്രോ relating to electricity. ഇലക്ട്രോ വെച്ചൊരു മെഡിക്കൽ ടൈം പറഞ്ഞു നിങ്ങൾ. ഇലക്ട്രോ വെച്ചിട്ട് ഇതാണ് ഇലക്ട്രോ. ഇലക്ട്രോ കാർഡിയോഗ്രാം കേട്ടിട്ടുണ്ടോ? യെസ്. യെസ്, ECG അല്ലെ? ഇലക്ട്രോ എന്താണ്? റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. 39 ടിക്ക് ചെയ്യാം കേട്ടോ.
39 ടിക്ക് ചെയ്യാം. Then 40 endo, inside അകത്ത്, endo inside അകത്ത്, endo inside അകത്ത്. ഇത് പറയുന്നത് കൃത്യമായിട്ട് ടിക്ക് ചെയ്യുന്നുണ്ടോ? പറയുന്ന മീനിങ് മലയാളത്തിൽ എഴുതി എടുക്കുന്നുണ്ടോ നിങ്ങള്? അങ്ങനെ തന്നെ എഴുതി പോണോ കേട്ടോ. അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ പുതുതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതി പോയി പഠിക്കണം കേട്ടോ. Yes. Then 41 ടിക്ക് ചെയ്യാം. 41 ടിക്ക് ചെയ്തേ. Entero എന്തുമായി സൂചിപ്പിക്കുന്നു? Relating to the intestines. Intestines എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ടത്. Relating to എന്താണ്? intestines അല്ലെങ്കിൽ കുടലുമായി ബന്ധപ്പെട്ടത്. Entero 41 ടിക്ക് ചെയ്യാം കേട്ടോ. 41 ടിക്ക് ചെയ്യാം. എൻറ്റേറോ എന്താണ്? ഇൻറ്റെസ്റ്റൈൻസുമായിട്ട് ബന്ധപ്പെട്ടത്, കുടലുമായി ബന്ധപ്പെട്ടതാണ് എൻറ്റേറോ. ഓക്കെ. Then 42 എപ്പി മീനിങ് എന്താണ്? അപ്പോൺ അല്ലെങ്കിൽ ഓൺ, മുകളിൽ അല്ലെങ്കിൽ സമീപം. എപ്പി എന്താണ്? അപ്പോൺ, മുകളിൽ, ഓൺ, സമീപം. അപ്പോൺ അല്ലെങ്കിൽ ഓൺ. എപ്പി മീൻസ് മുകളിൽ അല്ലെങ്കിൽ സമീപം. ഈ പേജിൽ ടിക്ക് ചെയ്ത് ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കാട്ടോ. 21 ടിക്ക് ചെയ്തിട്ടില്ലേ? 21, 23, 28, 31, 32, 34, 39, 41. കറക്റ്റ് ആണോ? Then 43 തുടങ്ങി നോക്കാം. എറിത്രോ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് 23 ടിക്ക് ചെയ്യാം. 21ഉം 23ഉം കറക്റ്റ് അല്ലേ? Then 28, 31, 34, 39, 41. 32 പറഞ്ഞിരുന്നോ? 32 സൈഡ് ജോബ് 32 ഉണ്ട് കേട്ടോ. Okay. Next one, 43. Erythro. Relating to anything red of two erythrocytes. എന്താണ്? നമ്മുടെ ചുവന്ന രക്താണുക്കളുമായി, WBCയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുമായിട്ട് ബന്ധപ്പെട്ടത് എറിത്രോസൈറ്റ്സ്. എറിത്രോ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് ടു എനിത്തിങ് red or two erythrocytes. ഓക്കെ. ടിക്ക് ചെയ്യണത് പറഞ്ഞുതരാം കേട്ടോ. ടിക്ക് ചെയ്യുമ്പോ പറഞ്ഞുതരാം. ഓക്കെ. ഇത് മുഴുവൻ ടിക്ക് ചെയ്താൽ നിങ്ങൾ നന്നായിട്ട് വിഷമിക്കും. എന്തോരം പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം ടിക്ക് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ. 44 എങ്ങനെയായിരിക്കും വായിക്കുന്നത്? 44 21 മുതൽ ഒന്നുകൂടി പറയണോ? സ്നേഹക്കുഞ്ഞു എവിടെ പോയി? ശ്രദ്ധിച്ചിരിക്കണോട്ടോ. നെക്സ്റ്റ് ആരെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാ. ടിക്ക് ചെയ്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 21, 22 അവിടെ വരെ കറക്റ്റ് ആണോ? 21, 23 ആണ്.
23, 28, 31, 32, 34, 39, 41. Okay. അവിടെ വരെ നിങ്ങൾ കറക്റ്റ് ആണോ അതൊന്ന് നോക്കിയേ, ഇവിടുത്തെ അത്ര ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? 43 പറഞ്ഞു. ഇവിടെ നമ്പറിന്റെ എണ്ണം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ ശരണ്യ. നെക്സ്റ്റ് 44 EU. EU എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്വൈറ്റ് ഗുഡ് യൂഷ്വൽ. ക്വൈറ്റ് ഗുഡ് യൂഷ്വൽ എന്താണ്? ക്വൈറ്റ് മീൻസ് ശാന്തം, ഗുഡ് എന്താണ്? നല്ലത്, യൂഷ്വൽ സാധാരണമായത്. കേട്ടാ, EU സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ക്വൈറ്റ് ഗുഡ് യൂഷ്വൽ. ക്വൈറ്റ് മീൻസ് ശാന്തം, ഗുഡ്. ഗുഡ് എന്ന് വെച്ചാൽ അറിയാലോ, ഗുഡ് നല്ലത്, യൂഷ്വൽ സാധാരണമായത്. ഓക്കെ. Yes. Then 45 exo. Exo. Exterior. പുറം. പുറം എന്നൊരു മീനിങ്. എക്സ്റ്റീരിയർ എന്ന് പറയില്ല നമ്മളാ, പുറം എന്നാണ് അതിന്റെ മീനിങ്. എക്സോ മീൻസ് എക്സ്റ്റീരിയർ. ഓക്കെ. ഞാൻ ക്ലാസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി പറയാൻ ടിക്ക് ചെയ്ത് കേട്ടോ റസീന. ഇപ്പൊ 43 മുതലുള്ളതൊന്ന് നോക്ക്. 43 മുതലുള്ള നോക്ക്. Then exo exterior. Then 46 എന്താണ്? 45 എന്താണ്? 45 exo. Then 46 extra. Exterior meaning and in addition. ഇത് പുറമേ എന്നൊരു മീനിങ് കേട്ടോ. എക്സ്ട്രാ. എക്സ്ട്രാ എന്താണെന്ന് അറിയാലോ? എക്സ്റ്റീരിയർ ഇൻ അഡീഷൻ. ഓക്കെ. Then 47 ടിക്ക് ചെയ്യാം. 47 ടിക്ക് ചെയ്യാം. 47 ടിക്ക് ചെയ്യാം. 47 ടിക്ക് ചെയ്യാം. Gastro. Collecting to stomach. അറിയാലോ gastro. Gastro. Gastrology. Okay. Gastro ടിക്ക് ചെയ്യാം. 47. 48 ടിക്ക് ചെയ്യാം. 48 ടിക്ക് ചെയ്യാം. ഗ്ലൈക്കോ. ഗ്ലൈക്കോ. നമ്മൾ ഗ്ലൈക്കോജൻ എന്നൊക്കെ പറയില്ലേ? ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോ എന്താണ്? ഗ്ലൈക്കോ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് എന്താണെന്ന്. ഷുഗർ ആണ് അല്ലെ? ഷുഗർ. 48 ടിക്ക് ചെയ്തേ. 48 ടിക്ക് ചെയ്യാം. ഗ്ലൈക്കോ ഷുഗർ. ഓക്കെ. Then 49 ടിക്ക് ചെയ്യാം. ഗൈനക്കോ. 49 ടിക്ക് ചെയ്തേ. ഗൈനക്കോ. ഗൈനക്കോളജി. ഗൈനക്കോളജിസ്റ്റ്. ഇതാണ് ഗൈനക്കോ. Relating to females or female reproductive organs. അല്ലെ? സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. Yes, 49 ഗൈനക്കോ ടിക്ക് ചെയ്യാം. Then 50 ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തേ. ഹെമറ്റോ. സോറി ഹെമിറ്റോ കേട്ടോ. ഹെമിറ്റോ. ഹെമിറ്റോ. ഹെമറ്റോളജി. Relating to എന്താണ്? ബ്ലഡ്. Relating to blood. 15 ടിക്ക് ചെയ്യാം. 15 ടിക്ക് ചെയ്യാം കേട്ടോ. Then 51 ഹെമി. ഹാഫ് പകുതി എന്നൊരു മീനിങ് കേട്ടോ. ഹെമി എന്താണ്? ഹാഫ് പകുതി. ഹെമി ഹാഫ്. 52 ടിക്ക് ചെയ്യാം. 52 സെയിം അത് തന്നെ നേരത്തെ പഠിച്ചു തന്നെ വേറൊരു വീട്ടില്
ഹീമോ എന്താണ് റിലേറ്റഡ് ടു ബ്ലഡ്. ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, ഹീമോ റിലേറ്റഡ് ടു ബ്ലഡ്. ഓക്കെ, 52 ടിക്ക് ചെയ്യാം കേട്ടോ. 52 ടിക്ക് ചെയ്യാം. 52 ടിക്ക് ചെയ്യാം. 53 ടിക്ക് ചെയ്യാം. ഹെപ്പറ്റോ. 53 ടിക്ക് ചെയ്യാം. ഹെപ്പറ്റോ റിലേറ്റിംഗ് ടു ദ ലിവർ. ലിവറുമായി ബന്ധപ്പെട്ട അല്ലെ, നമ്മുടെ കരളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഹെപ്പറ്റോ. ഹെപ്പറ്റോളജി കേട്ടിട്ടില്ലേ? യെസ്, ഹെപ്പറ്റോളജി. 53 ടിക്ക് ചെയ്യാം കേട്ടോ. 53 ടിക്ക് ചെയ്യാം. 54. 54 ഹീറ്റർ. ഹീറ്റർ അത് അല്ലെങ്കിൽ വേരിയസ്, മറ്റുള്ളവ അല്ലെങ്കിൽ വിവിധം എന്നുള്ളൊരർത്ഥം കേട്ടോ. ഹീറ്റർ എന്താണ്? അത് അല്ലെങ്കിൽ വേരിയസ്, മറ്റുള്ളവ അല്ലെങ്കിൽ വിവിധം. വേരിയസ് ആയിട്ടുള്ളന്ന് പറയില്ല നമ്മള്. അതെ. 55 ഹോം. ഹോം ഐഡന്റിക്കൽ, സമാനമായതെന്ന് പറയില്ലേ നമ്മള്. സമാനം. ഐഡന്റിക്കൽ എന്ന് പറയില്ല. ഐഡന്റിക്കൽ എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, ഹോം ഐഡന്റിക്കൽ, സമാനം. ഓക്കെ, 56 ടിക്ക് ചെയ്തേ. 56 ടിക്ക് ചെയ്തേ. ഹൈഡ്രോ. ഹൈഡ്രോ വാട്ടർ. ഹൈഡ്രോളജി അല്ലെ. വാട്ടർ. വാട്ടർ. ഹൈഡ്രോ വാട്ടർ. 57. 57 ടിക്ക് ചെയ്യാം. 57 ടിക്ക് ചെയ്യാം. ഹൈപ്പർ. ഓവർ അല്ലെങ്കിൽ എന്താണ്? സൂപ്പർഫ്ലുവസ് അല്ലെ. ഹൈപ്പർ ടെൻഷൻ അല്ലെ. യെസ്, ഹൈപ്പർ എന്താണ്? പ്രിഫിക്സ് ആണ് അല്ലെ. ഓക്കെ, അമിതമായ എന്ന് പറയുന്നത് എക്സസീവ് എന്നൊരു മീനിങ്. ഓക്കെ, ഹൈപ്പർ ടിക്ക് ചെയ്യാം കേട്ടോ. 57 ടിക്ക് ചെയ്യാം. 58 ടിക്ക് ചെയ്യാം. 58 ടിക്ക് ചെയ്തേ. ഹൈപ്പോ. ഹൈപ്പോ. ഹൈപ്പോ അണ്ടർ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ്. മീനിങ് എന്താണ്? അണ്ടർ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ്, താഴെ അല്ലെങ്കിൽ കുറവായ കേട്ടോ. താഴെ അല്ലെങ്കിൽ കുറവായ, അണ്ടർ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ്. ഓക്കെ, hypothyroidism. Okay, very good. Then 59 hystero. Hystero. Hystero relating to the uterus. Relating to the uterus. Uterusമായി ബന്ധപ്പെട്ടത്. Hystero relating to the uterus. Okay. Yes. Then 60 infra. Infra. ടിക്ക് ചെയ്യണ്ട കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് വേറെ പദങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ടിക്ക് തരാത്തത്. ഇൻഫ്ര എന്താണ്? beneath, further or etc. കീഴെ, കൂടുതൽ എന്നുള്ള മീനിങ്. beneath. Infra means beneath, further or etc. on etc. കീഴെ അല്ലെങ്കിൽ കൂടുതൽ. And 61 inter. Inter, in the middle of. നടുവിൽ എന്ന് പറയില്ല നമ്മളെ. in the middle of, നടുവിൽ. 61 inter, in the middle of. 61 inter, in the middle of. 62 എന്താണ്? intra, inside. 62 intra, inside, അകത്ത്. അകത്ത്. intra, inside, അകത്ത്. Then iso. Iso equal, തുല്യം. Iso equal, തുല്യം. Then 64
ലാറ്ററോ ലാറ്ററോ സൈഡ് വശം എന്ന് പറയില്ല നമ്മുടെ വശം സൈഡ് ലാറ്ററോ സൈഡ് ലാറ്ററോ സൈഡ്. Then 65 ടിക്കയ 65 ടിക്കയ ല്യൂക്കോ ല്യൂക്കോ 65 ല്യൂക്കോ എന്താണ് relating to anything white or leukocytes WBC ക്ഷേത്രരക്താണുക്കളുമായി ബന്ധപ്പെട്ട അല്ലെ ലൂക്കോസൈറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത് എന്താ ല്യൂക്കോ. ഓക്കെ 65 ടിക്ക് ചെയ്യാട്ടോ 65 ടിക്ക് ചെയ്യാ. എറിത്രോ മുതലൊന്ന് നോക്കിയേ 43 മുതലൊന്ന് നോക്കോട്ടെ ടിക്ക് ചെയ്തത് 47 കറക്റ്റ് ആണോന്ന് നോക്കി പോവാം. 47 48 ശ്വേതരക്താണുക്കള് WBC ആ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ 43 മുതൽ ശ്രദ്ധിച്ചേ ടിക്ക് ചെയ്തത് കറക്റ്റ് ആണോന്ന്. 47 48 49 50 52 53 56 57 58 65 കറക്റ്റ് അല്ലേ? ഓക്കെ Then 66 മുതൽ നോക്കാം. PDF വൃത്തിയായിട്ട് കാണുന്നുള്ളൂ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ PDF? Yes. 66 തുടങ്ങി നോക്കാട്ടോ 66 തുടങ്ങി നോക്കിയേ ലിത്തോ ലിത്തോ relating to a stone ലിത്തോ relating to a stone സ്റ്റോണുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂറിനറി ട്രാക്ട് അല്ലെങ്കിൽ സ്റ്റോണുമായി ബന്ധപ്പെട്ടത് കേട്ടോ കല്ലുകൾ. 67 ടിക്ക് ചെയ്തേ 67 മാക്രോ മാക്രോ ഹ്യൂജ് എന്നാണ് കേട്ടോ അവിടെ സ്പെല്ലിംഗ് തെറ്റാണ് HUGE ഹ്യൂജ് വൈന്നാണ് നമ്മുടെ PDF കിടക്കുന്നത് ഹ്യൂജ് എന്നാക്കാം. ഹ്യൂജ് എന്താണ് ലാർജ് മാക്രോ മൈക്രോ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? മൈക്രോ മീൻസ് സ്മോൾ മാക്രോ മീൻസ് ഹ്യൂജ് അല്ലെ? ലാർജ് എന്നാണോ ടെക്സ്റ്റില്? ഓക്കെ 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 ഹ്യൂജ് ഓർ ലാർജ് കേട്ടോ. ഓക്കെ കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ആ ഓക്കേടോ. 67 ടിക്ക് ചെയ്യണം മാക്രോ ലാർജ് അല്ലെങ്കിൽ ഹ്യൂജ്. Then 68 macronutrients. Yes, very good. 68 man bad or unusual. അതെന്താന്ന് ഉദ്ദേശിക്കുന്നത്? bad or unusual malfunctions എന്നൊക്കെ പറയില്ലേ നമ്മള് failure to function properly പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ നടക്കാത്തതിനെ നമ്മൾ എന്ത് പറയുന്നത് malnutrition എന്ന് പറയില്ലേ? ഓക്കെ യെസ് പോഷകാഹാരക്കുറവ് എന്നൊക്കെ പറയാറില്ലേ നമ്മള്? ഓക്കെ യെസ് 68 mal bad or unusual എന്നാണ് മീനിങ്. 69 നോക്കിയേ മെഡി മെഡി മീൻസ് മിഡിൽ മെഡി മിഡിൽ മിഡിൽ ഓഫ് ദ ചെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ മെഡിക്കൽ ടേംസിൽ? ഓക്കെ ഏതെങ്കിലും ഒരു ഓർഗൻസിന്റെ ഒക്കെ നടുവിലത്തെ ഭാഗം അല്ലെങ്കിൽ മധ്യഭാഗമൊക്കെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ സൂചിപ്പിക്കുന്ന വേർഡാണ് മെഡി മിഡിൽ അല്ലെങ്കിൽ മെഡി മീൻസ് മിഡിൽ നടുവിൽ. Then 70 ടിക്ക് ചെയ്യാം 70 ടിക്ക് ചെയ്തേ 70 മെഗാ മെഗാ
huge. This means large or huge. Mega, huge. Mega, huge. 70 ടിക്ക് ചെയ്യാം, 71 ടിക്ക് ചെയ്യാം, 71 ടിക്ക് ചെയ്തേ. മെലാൻ, മെലാൻ, ബ്ലാക്ക്, മെലാനിൻ കേട്ടിട്ടില്ലേ നമ്മള്, കറുത്ത നിറം നൽകുന്നത് നമ്മുടെ സ്കിന്നിന്. മെലാൻ, മെലാനിന്റെ കുറവ് മൂലമാണ് നമുക്ക് ആൾക്കാർക്ക് എന്ത് സ്കിൻ ടോൺ വരുന്നത്? എന്ത് സ്കിൻ ടോൺ ആണുള്ളത് മെലാനിന്റെ കുറവ് മൂലം? അത്യാവശ്യം വെളുത്ത ആൾക്കാരോട് നമ്മൾ പറയാറുണ്ടല്ലേ, മെലാനിന്റെ കുറവ് മൂലമാണ് അവർ വെളുത്തിരിക്കുന്നത്. ഓക്കെ, മെലാനിൻ കൂടുതലാണ്, ഞാൻ കറുത്തിട്ടാണ്. ഓക്കെ, 70, 71 ടിക്ക് ചെയ്യാം കേട്ടോ. Then 72. 72, meningo, meningo, relating to membrane meninges. മെനിഞ്ചസുമായി ബന്ധപ്പെട്ട് 72 meningo, relating to membrane meninges. Okay. 73 ടിക്ക് ചെയ്തേ. 73 micro, tiny, small. Micro, 73 ടിക്ക് ചെയ്യുക. Micro, tiny, small. Micro, tiny, small. ടിക്ക് ചെയ്യണേ. And 74 mono, single. കേട്ടിട്ടുണ്ടാവും അല്ലെ, മോണോ സിംഗിൾ. 74 mono, single. 75 milo, 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 relating to spinal cord, അല്ലെങ്കിൽ bone marrow. ബോൺ മാരോസ് അല്ലെങ്കിൽ നമ്മൾ സ്പൈനൽ കോഡുമായി റിലേറ്റ് ചെയ്യുന്നതിന് എന്താ മൈലോ എന്ന് പറയുന്നത് കേട്ടോ. മൈലോ, 75 മൈലോ. 76 മയോ, മയോ, relating to muscles. Myo, relating to muscles. Then 77 ടിക്ക് ചെയ്യാം. 77 ടിക്ക് ചെയ്തേ. നാസോ, നാസോ ഡ്രോപ്സ് എന്നൊക്കെ കണ്ടു കേട്ടിട്ടില്ലേ? യെസ്, ടിക്ക് ചെയ്യണം. 77 ടിക്ക് ചെയ്തേ. 77 relating to nose. Relating to nose ആണ് നാസോ. നാസോ ഡ്രോപ്സ്, നാസൽ ഡ്രോപ്സ് എന്ന് കേട്ടിട്ടില്ലേ നമ്മള്? യെസ്. 76 അല്ല, 77. 77 ടിക്ക് ചെയ്യാം കേട്ടോ. നാസോ, നാസോ. Then 78 എന്താണ്? നിയോ, ന്യൂ, നിയോ, ന്യൂ, പുതിയത്. നിയോളത്തിക് എന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മള്? നിയോളത്തിക്. യെസ്. Then 79 നെഫ്രോ, നെഫ്രോ, നെഫ്രോളജി അല്ലെ. നെഫ്രോ എന്തുമായി ബന്ധപ്പെട്ടതാണ്? റിലേറ്റഡ് ടു കിഡ്നി അല്ലെ, കിഡ്നിയുമായി ബന്ധപ്പെട്ടത്. നെഫ്രോളജി, നെഫ്രോ. 79 ടിക്ക് ചെയ്തേ. 79 ടിക്ക് ചെയ്യാം. കിഡ്നിയുമായി ബന്ധപ്പെട്ടത് 79. Then 18 ടിക്ക് ചെയ്യാം. ന്യൂറോ, ന്യൂറോളജി അല്ലെ. ന്യൂറോ, റിലേറ്റഡ് ടു ദ നെർവസ് സിസ്റ്റം അല്ലെ, നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടത്. 18 ടിക്ക് ചെയ്യാം. ന്യൂറോ, റിലേറ്റഡ് ടു ദ നെർവസ് സിസ്റ്റം, ന്യൂറോളജി.
Then 81, knocked, night, രാത്രി, knocked, night, രാത്രി. 81, knocked, night. 82, 82 നോക്കിയേ, ഒല്ലിക്കോ, ഒല്ലിക്കോ. ടെനി ലാക്കിംഗ് അല്ലെങ്കിൽ ഡെഫിഷ്യന്റ്, ചെറിയ കുറവ് അല്ലെങ്കിൽ കുറവ് എന്നൊക്കെ പറയില്ല നമ്മള്. ടെനി ലാക്കിംഗ് എന്ന് വെച്ചാൽ ചെറിയ കുറവ്, കുറവ് എന്നൊരു മീനിങ് കേട്ടോ. ഡെഫിഷ്യന്റ്, ഡെഫിഷ്യൻസി എന്ന് പറയില്ല നമ്മള്. അതെ, ഒല്ലിക്കോ, ഒല്ലിക്കോ. 83, 83, ഉഫാറോ, ഉഫാറോ കേട്ടോ, ഉഫാറോ. Relating to the nervous system, nervous systemവുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, ഉഫോറോ കേട്ടോ, ഉഫാറോ, സോറി ഉഫോറോ, ഉഫോറോ. പേപ്പർ എഴുതി വെക്കുക, ഉഫോറോ. 83. 84 ടിക്ക് ചെയ്തേ. 84, ഒപ്താൽമോ, ഒപ്താൽമോ, ഒപ്താൽമോളജി അല്ല, ഒപ്താൽമോളജിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അത് relating to the eye അല്ലെ, അത് കണ്ണുമായി ബന്ധപ്പെട്ടത്, ഒപ്താൽമോളജി. ടിക്ക് ചെയ്യാട്ടോ. 84 ടിക്ക് ചെയ്തേ. 84 ടിക്ക് ചെയ്യേ. ഓക്കെ. 85, ഓർക്കിഡോ, ഓർക്കിഡോ. Relating to the testicles. ഇപ്പൊ 3 വാക്കുകളും 3 വേർഡ്സ് വരുന്നുണ്ട്. 85ഉം 86ഉം 87ഉം നിങ്ങൾ നോക്കിയേ. ഓർക്കിഡോ, ഓർക്കിയോ, ഓർക്കിയോ കേട്ടോ. ഇത് 3ഉം എന്തുമായി ബന്ധപ്പെട്ടതാണ്? റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ്, കൃഷ്ണവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഈ 3 വാക്കുകൾ. ഓക്കെ, ഓർക്കിഡോ, ഓർക്കിയോ, ഓറോ കേട്ടോ, ഓറോ. 85ഉം 86ഉം 87ഉം 3ഉം ഒരേ വാക്ക് തന്നെയാണ് കേട്ടോ, ഒരേ ഭാഗവുമായി ബന്ധപ്പെട്ടത്. റിലേറ്റഡ് ടു ടെസ്റ്റിക്കിൾസ്, കൃഷ്ണവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, യെസ്. Then 88 ടിക്ക് ചെയ്യാട്ടോ. 88 ടിക്ക് ചെയ്തേ. ഓർത്തോ, ഓർത്തോ. ഡയറക്റ്റ് ഓർ നോർമൽ, നേരിട്ട് അല്ലെങ്കിൽ സാധാരണമായ. ഓർത്തോ, ഡയറക്റ്റ് ഓർ നോർമൽ, നേരിട്ട് അല്ലെങ്കിൽ സാധാരണമായ. 88 ടിക്ക് ചെയ്യാം കേട്ടോ. 88 ടിക്ക് ചെയ്യാം. Then ഓസ്റ്റിയോ, ഓസ്റ്റിയോ. റിലേറ്റിംഗ് ടു ബോൺസ്, ബോണുമായി ബന്ധപ്പെട്ടത്. ഓസ്റ്റിയോ എല്ലുകളുമായി ബന്ധപ്പെട്ടതാണ്. ഓസ്റ്റിയോപോറോസിസ്. 90, ഓട്ടോ, ഓട്ടോ. റിലേറ്റിംഗ് ടു ഇയർ, ചെവിയുമായി ബന്ധപ്പെട്ടത്. ഓട്ടോ റിലേറ്റിംഗ് ടു ഇയർ, ഓട്ടോ റിലേറ്റിംഗ് ടു ഇയർ. 66 മുതൽ ടിക്ക് ചെയ്തതൊന്ന് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചേ, പറയുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ഒരു ഓക്കെ ഇട്ടാൽ മതി കേട്ടോ. 67, 70, 71, 73, 79, 80, 84, 77, 7 പറഞ്ഞോ. 77, 77 ഉണ്ട് കേട്ടോ. 77, 79, 80, 84, 88. ഒന്നുകൂടി പറയാം. 67, 70, 71, 73, 77, 79, 80, 84, 88. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ടിക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ഓരോ ദിവസവും പഠിച്ച് വയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എല്ലാം കൂടി ടെർമിനോളജി പഠിക്കാനിരുന്നാല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാം, എന്റെ ക്ലാസ് മൺഡേയും വെനസ്ഡേയാണ് ടീച്ചർ ടെർമിനോളജി എടുക്കാൻ കയറുന്നത്. അപ്പൊ ലൈവ് ക്ലാസ് മാക്സിമം കയറാൻ നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ അപ്പൊ തന്നെ പഠിച്ച് പോകാൻ പറ്റും. ഈ ക്ലാസ്സുകൾ മിസ് ചെയ്യണ്ട, കാരണം ഇങ്ങനെ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് കേട്ടോ, ടെർമിനോളജി ആയതുകൊണ്ടാണ്.
എടുക്കുന്ന ഭാഗങ്ങൾ അന്നത്തെ എത്ര നമ്പർ എടുത്തോ അത്രയും വെച്ച് എല്ലാ ദിവസവും പഠിച്ചു വെക്കും. അപ്പൊ തന്നെ എക്സാം ആവും കേട്ടോ. നമ്മുടെ ഏകദേശം മുതൽ തീരാറായില്ലേ, 1 2 നമ്മൾ 90 പ്രിഫിക്സുകളാണ് പഠിച്ചത് കേട്ടോ. 90 വരെ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ടിക്ക് ചെയ്തിട്ടുള്ള പിന്നെ അത് പഠിക്കേണ്ടി വരും. അവിടെ വരെ ഒരു എന്തെങ്കിലും അണ്ടർലൈൻ എന്തെങ്കിലും ചെയ്തിട്ട് കേട്ടോ, ഓർക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ എടുത്തിട്ടുണ്ടെങ്കിൽ. ബുക്ക് കിട്ടിയിട്ടില്ലേ? സംഗീത ഇവിടെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. എക്സാം ആവാറായി, നിർബന്ധമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പറയാം കേട്ടോ. ന്യൂറോ എന്തിനെ സൂചിപ്പിക്കുന്നു? ന്യൂറോ 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 relating to neurology, nervous. Then hydro. What's the meaning of hydro? Water. Water. Gastro. Stomach. Then relating to the skin. Then the prefix ഏതാണ്? Relating to the skin. Dermato. And blue. Blue എന്താണ്? Blue. Cyano. Cyano. കേട്ടോ. Calc. Calc എന്താണ്? Calc. Calc. Stone. Stone or hill അല്ലേ? Then മെഡി. മെഡി. മെഡി എന്തിനെ സൂചിപ്പിക്കുന്നു? Middle. Ophthalmo. Ophthalmo. Eye. കണ്ണ് ഐ. To the eye. അങ്ങനെ എന്താ പഠിക്കണുണ്ടോ? Related to the eye. ശരി. Thank you. Have a nice day. Thank you, Miss. Thank you, Miss. Thank you. Thank you, miss. Thank you, ma'am. Thank you.